हेलो फ्रेंड्स, वेलकम टू माय चैनल. ഞാൻ ഇന്നൊരു വഴുതനങ്ങ വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम बनाने जा रहे हैं बैगन का करी केरला स्टाइल. दिखाएंगे कैसे है. 4 വഴുതനങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. 4 बैगन लिया है. हम लोग काटेंगे. നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. काट के लेंगे. हम लोग ये दोनों साइड काटेंगे. നമുക്ക് ഇത് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. 2 पीस करेंगे. हमको मेथी के लिए मुर्किना वाला फ्राई करने के लिए काटता है, ऐसे काटेंगे. നോക്കിയേ, ഇതേപോലെ ഓരോ പീസും കട്ട് ചെയ്തെടുക്കാം. ऐसे ही सब काट के लेंगे. अरिഞ്ഞ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഈ पानी में साथ साथ डालेगा तो इसका कलर चेंज नहीं होगा. നമ്മുടെ ഇത് ഒരു പെട്ടെന്ന് തന്നെ നമുക്കത് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ അത് കളർ പോകാതെ അല്ലെങ്കിൽ കറ ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ऐसे सब काट के लेंगे. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. एक पैन रखा है स्टोव में. इसमें 1 कप पानी डालेंगे. ഇതിനകത്ത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് നല്ലതായിട്ട് തിളയ്ക്കാൻ വെക്കും. अच्छे से बॉईल करने के लिए रखेंगे. വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. पानी अच्छे से बॉईल हो गया. अभी डालना है बैगन. നമുക്ക് ഇതിനകത്തോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമക്ക് डालेंगे. हल्दी, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, അദ്രക് और हरी मिर्च സ്പ്ലിറ്റ് किया है. നന്നായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമുക്കിത് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, छोटा प्याज थोड़ा डालेंगे. अच्छे से मिला के रखेंगे. നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ നാരിയൽ തേൽ डालकर. ഇതിൻ്റെ കറ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ नारियल तेल ऐसे डालेगा तो अच्छा कलर भी आ जाएगा, अच्छा टेस्ट भी आ जाएगा. अच्छे से पकने के लिए रखेंगे. നല്ലതായിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ പറ്റും. നമുക്ക് വഴുതനങ്ങ നോക്കാം. നമ്മുടെ വഴുതനങ്ങ പകുതി വെന്താൽ മതി. आधा पकने से अभी हम इमली निकाल के रखा है. ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ അത്രയും പുളി എടുത്തിട്ടുണ്ട്. नींबू का इतना इमली लिया था और पानी में डाल के रखा था. अच्छा से इसका पल्प निकालना है. ഇതിൻ്റെ പൾപ്പ് നല്ലതായിട്ട് എടുത്തിട്ട് ഈ പകുതി വെന്ത വഴുതനങ്ങയ്ക്ക് വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ആധാ പക്കാ हुआ बैगन में अभी एक इमली डालना है. നമുക്ക് ഈ പുളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയും കൂടെ നല്ലതായിട്ട് വേവിച്ചെടുക്കുക. अच्छा से पकने के लिए और रखेंगे. इमली डालने के बाद अच्छा से पकना चाहिए. പുളി ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. അത് തേങ്ങ ഇട്ടിട്ടുണ്ട്. और നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. हाफ नारियल लिया है, ये मिक्सी का जार में डालेंगे. थोड़ा सा छोटा प्याज डालना है. നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി, 1 लहसुन, हाफ टी स्पून जीरक, हाफ टी स्पून जीरा वो भी डाल के अच्छा से पीसना है. നല്ലതായിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. थोड़ा पानी भी डाल के अच्छे से पीसना है. തേങ്ങ നല്ലതായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നാരിയിൽ अच्छा से पीस के रखा है. बैगन हो गया. നമ്മുടെ വഴുതനങ്ങ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. നോക്കിക്കുക, നല്ലതായിട്ട് തിക്കായി കഴിഞ്ഞ് अच्छा से थिक हो गया बैगन. इमली डाल दिया बोल के अच्छे से पिघलेगा नहीं. പുളി ഒഴിച്ച് വേവിച്ചത് കൊണ്ട് നന്നായിട്ട് കുഴഞ്ഞു പോകാതെ എടുക്കാം. നമുക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നാരിयल पीस के रखा था वो डाल के अच्छे से मिलाएंगे. നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ബോയിൽ करने का जरूरत नहीं है. अभी अच्छे से गरम हो गया, बंद करना है. നമുക്ക് അടച്ചു വെച്ച് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് വറുക്കാം. इसके लिए तड़का बनाएंगे. 1 टेबल स्पून एണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 टेबल स्पून तेल डाल के
ഗരം होने दीजिए നമുക്കൊന്ന് നല്ലതായിട്ട് ചൂടാകാൻ നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് तेल गरम हो गया 1/4 ടീസ്പൂൺ मेथी डाल रहे ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ सरसों डाल रहे 2 उणका मिर्चा लिया है वो भी डाल रहे छोटा प्याज ചെറിയ ഉള്ളിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം अच्छे फ्राई करना है उल्ली നല്ലതായിട്ട് വറന്നു കഴിഞ്ഞു प्याज अच्छे से फ्राई हो गया थोड़ा करियापत्ता डालेंगे നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം കറിയുടെ മേലിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കറിയൊക്കെ ഊപ്പർമേ डालेंगे വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ ടേസ്റ്റുമാണ് നോയമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി എടുത്താൽ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും सब लोग थोड़ा ट्राई करके देखिएगा अच्छा टेस्ट लगेगा केरला का स्पेशल एक करी है प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वाचिंग